അതിൽ ലക്ഷ്മി ഇവിടെ വന്നിട്ട് പോകുമ്പോൾ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ സജനക്ക് ഭയങ്കര കുശുംബി എന്ന് പറഞ്ഞാൽ ഭയങ്കര കുശുംബാണ് അവൾക്ക്. എനിക്ക് വരണം ദുബായിൽ, എനിക്ക് വരണം. അപ്പൊ ലക്ഷ്മി പറഞ്ഞു, നീ ഇപ്പൊ ദുബായിൽ വരണ്ട, എനിക്കൊരു ഷോ ഉണ്ട്, ഞാൻ ആ സമയത്ത് നമുക്ക് ഒരുമിച്ച് പോവാം. അപ്പൊ സജനക്ക് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയേ പറ്റുള്ളൂ. പക്ഷെ ലക്ഷ്മിക്ക് വേറെ ഏതോ പ്രോഗ്രാം ഒക്കെ ആയിട്ട് അവൾ നടക്കുകയാണ്, അവൾക്ക് ഇങ്ങോട്ട് എത്താനുള്ള സമയമായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഒരു ബോയ് ഫ്രണ്ട്, ഉബീസ് എന്ന പേരുള്ള ഒരാൾ, കണ്ണൂരാണ് അയാളുടെ വീട്. ഇതിനെ കുറിച്ചൊക്കെ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ എന്റെ പിക്ചറിൽ ഇവരുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവരെ വലിച്ചെടുക്കേണ്ടി വന്നത്. ഈ ഉബൈസിന്റെ ഫ്രണ്ട് മാനു, കോഴിക്കോടുള്ള മാനു, ഈ മാനുവിനെ ലക്ഷ്മി ജയിൽ സജനക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവര് തമ്മിൽ പ്രേമമാകുന്നു. സജന ഗ്ലൂട്ടാത്തയൺ എടുക്കാന്നുള്ള പേരിൽ മാനുവിന്റെ അടുത്തോട്ട് പോകും കോഴിക്കോട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ബാംഗ്ലൂര്, അവിടേക്ക് ഇവര് കറങ്ങാൻ പോകണതിന്റെ ഫോട്ടോയും കാര്യങ്ങളും വീഡിയോ കോളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നമുക്കൊരിക്കലും നാളെ ഇത് പ്രൂഫായിട്ട് എടുത്ത് വെക്കേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ അതൊക്കെ എപ്പോഴേ നമ്മൾക്ക് ആ പ്രൂഫൊക്കെ എടുത്ത് വെച്ചാനേ. അതായത് ഇവളിങ്ങനെ ഓരോ ആൾക്കാരോട് പോണതിന്റെ പ്രൂഫൊക്കെ. അപ്പോ ഇത് അവള് വിളിക്കുന്നു, സംസാരിക്കുന്നു, ഓക്കെ ശരി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ആ മാനുവിന്റെ ഫ്രണ്ടാണ് ശബന എന്ന് പറഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ ഫോട്ടോ ഞാനോട് കൊടുക്കാം. ഒരിക്കലും ശബന എന്നെ തെറ്റിദ്ധരിക്കരുത്. ശബനയാണ് സജനനെ ആദ്യമായിട്ട് ദുബായിൽ കൊണ്ടുവന്നതെന്ന് ശബനക്കും അറിയാം. ശബനയുടെ ഫ്രണ്ടിലുള്ള സർക്കിളിലുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. വ്യക്തിയാണ് സജനനെ ആദ്യമായിട്ട് അബുദാബിയിലാണ് സജന പറഞ്ഞത്, ദുബായിലല്ല. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്, അബുദാബിയിലാണ് സജന പറഞ്ഞത്. പിന്നെ ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയുടെ ഷോ നടക്കണത് ദുബായിൽ വെച്ചിട്ട്. ഈ ഷോയിൽ ലക്ഷ്മിയുടെ പാട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കോർഡിനേഷൻ പാർട്ടൊക്കെ എനിക്ക് തോന്നണത് ഇല്ല, ആ സമയത്ത് കോർഡിനേഷൻ പാർട്ട് ഏതൊരു കമ്പനിയാണ്, വേറെ ഏതോ ഒരു ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ സോങ് ഉണ്ട് അതില്. സജനൻ അതില് ലക്ഷ്മി പറഞ്ഞിട്ട് ഒരു ഡാൻസിന് കയറ്റി. അപ്പൊ ആ ഡാൻസിലാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ തൊട്ടു മുമ്പ് സജന ഇമാതിരി പരിപാടികളൊക്കെ ചെയ്തിട്ട് വലിച്ചു കയറ്റി ആ ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ തെറ്റിച്ച് ആകെ മൊത്തം കൊളായി. സജന അവിടെ നിന്ന് ഇറങ്ങി. ഡെസ്പാണ്. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം, അന്നെടുത്ത ഫോട്ടോ. ലക്ഷ്മി കോസ്റ്റ്യൂമിലാണ്, സജന ഡാൻസ് കഴിഞ്ഞിറങ്ങിയ മൂത്ത മേക്കപ്പ് കാണും പറയാൻ, സജന ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയതാണ് ഈ ഫോട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി സജനയും തമ്മിൽ ഈ പ്രേമങ്ങളുടെ കാര്യം പറഞ്ഞു. അതായത് ലക്ഷ്മിയുടെ ചെറുക്കൻ തെറ്റുന്നു, അങ്ങനെ അവരുടെ ഒരു അലമ്പ് കഥ. അതായത് സജനനുമായിട്ട് മാനുവിനെ തല്ലിപ്പിരിപ്പിക്കുന്നു, സജന ഇതറിയുന്നു, മൊത്തത്തിൽ കൊളമായി. ലക്ഷ്മി സജനയുടെ ശത്രുവാകുന്നു. പിന്നെ ഫിറോസ് ഖാനെ വിളിച്ച് സജനക്ക് ഇവിടെ അബുദാബിയിലെ ചെക്കനുമായിട്ട് ബന്ധമുണ്ട്, ഇവിടെ മറ്റേ ബന്ധമുണ്ട്, മറിച്ച ബന്ധമുണ്ട്, മാനുവിനായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ലക്ഷ്മിയാണ് എന്താണ് ഫിറോസിനടുത്ത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ വന്നിട്ട് സജനയും ലക്ഷ്മി കൂടി അവളുടെ കയ്യിലെ കാശെടുത്ത് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെടുത്ത ഒരു ഫോട്ടോ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ബോംബെയിൽ ചെല്ലുന്നു. എന്താണ് സജനക്ക് അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോൾ പൂക്കുട്ടീനെ വിളിക്കുന്നത്. അപ്പൊ പൂക്കുട്ടി ഓൾറെഡി മാനൂക്ക് ഉള്ള സമയത്തും പൂക്കുട്ടി ഇപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. അതിലോട്ട് ഞാൻ അതിങ്ങോട്ട് വരാത്തതാ, ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ എന്താണ് പൂക്കുട്ടീനെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ പൂക്കുട്ടി പറഞ്ഞു, ശരി നിങ്ങൾ എന്താണ് റൂമിൽ പോയിട്ട് നിങ്ങൾ ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് വാ, ഞാൻ വരാം, വന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം എന്ന് പറഞ്ഞിട്ട് പൂക്കുട്ടി ഞങ്ങൾ റൂമിൽ പോകുന്നു. അപ്പൊ പൂക്കുട്ടി തന്നെയാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ ചെല്ലുന്നു. ഞങ്ങളവിടെ ചെന്ന് ഫ്രഷപ്പായി ഡ്രസ്സൊക്കെ ചെയ്ത് ഞങ്ങൾ ഇറങ്ങി. ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചെടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. അതിനുശേഷം ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു, ഫുഡ് കഴിക്കാൻ അവിടെ ചെല്ലുന്നു. അവിടെ വെച്ച് റെസ്റ്റോറൻറ്റിൽ വെച്ച് പൂക്കുട്ടിയുടെ കൂടെ ഞങ്ങൾ 4 പേരും കൂടി എടുത്ത ഫോട്ടോയും ഞാനിവിടെ കൊടുക്കുന്നു. എന്നിട്ട് അതിനുശേഷം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാൻ ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. സജന പൂക്കുട്ടിയുടെ കൂടെ തന്നെയാണ്, അവൾ വന്നില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പർച്ചേസ്, ആ ബില്ല് ഞാൻ കൊടുക്കുന്നത്, എൻ്റെ ഗതികേടാണ് ഇതൊക്കെ. ആ ഡേറ്റ് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ്. സൂറത്തിൽ നിന്ന് നിന്നൊക്കെ പർച്ചേസ് ചെയ്ത്, ബോംബെയിൽ നിന്ന് പർച്ചേസ് ചെയ്ത ബില്ല്. അതിനുശേഷം സജന ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സജനനെ കൂട്ടണമല്ലോ. അപ്പൊ ഇവള് സ്റ്റുഡിയോയിലാണുള്ളത്. ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായി. അങ്ങനെ ഇവര് റൂമിൽ നിന്ന് നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി, സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലോട്ട് ചെല്ലും. ഇയാൾ എൻ്റെ അടുത്ത് സജനനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ഇയാൾ ഞങ്ങളോട് പറയണത്. അങ്ങനെ അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എൻ്റെ അടുത്ത് നിന്ന് റസൽ പൂക്കുട്ടി വരെ ഇടപെട്ട് സെക്സ് റാക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോയ റസൽ പൂക്കുട്ടിയാണ് എൻ്റെ അടുത്ത് ഈ പറയണത്.
മനസ്സിലായില്ലേ? അപ്പോൾ റോഷിനി ഇന്ന് സജനനെ കൂടി ഇതിൽ ഇതാക്കണം. നിങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങണേൽ അവളുടെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ ഓക്കെ ശരി എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് ഞങ്ങൾ പിരിയുന്നു. ഇയാൾ അത് വെച്ചിട്ട് ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പിന്റെ എന്തോ എൻ്റെ ഒരു ഭാഗ്യത്തിൽ ഇതൊക്കെ എൻ്റെ ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിന്റെ ഇത് സ്ലിപ്പ്, അത് മീൻസ് സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കാണാൻ ഞങ്ങളുടെ അഡ്മിൻ വന്നിട്ട് പ്രസൽ കുട്ടിയാണ്, അയാളാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. അതിനുശേഷം പിന്നെ ആ ഗ്രൂപ്പിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്ന അതിൻ്റെ ഇടയിൽ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടി ഓടാണ്. അപ്പോൾ ദുബായിൽ ഒരു ട്രേഡ് ലൈസൻസ് എടുക്കണമെങ്കിൽ 15,000 ദിറംസാണ്. അപ്പോൾ എന്താണ്, ദുബായിലുള്ള ആൾക്കാർക്ക് അറിയാം ഞാൻ പറയുന്നത് സത്യമാണോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുമ്പോൾ പൈസ ഒരുപാട് ഷോർട്ടുണ്ട്. കാരണം ബോംബെ പോയിട്ടുണ്ട്, 3-4 ലക്ഷത്തിന്റെ മെറ്റീരിയൽ എടുത്തു, സാധനം ദുബായിലോട്ട് ഞാൻ വരുത്തിച്ചു. അപ്പൊ ഞാൻ അത്ര നാളും താമസിച്ചത് ഒരു ചെറിയൊരു ബെഡ് സ്പേസിലാണ്. പിന്നെ അതിന്റെ പാർട്ടീഷനിലോട്ട് ഞാൻ മാറി. പക്ഷെ ആ പാർട്ടീഷനിലാണെങ്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽ വെക്കാനുള്ള ഗ്യാപ്പ് ഇല്ല, സ്ഥലമില്ല. അപ്പൊ അങ്ങനെ എന്തായി, ഒരു ഫ്ലാറ്റ് എടുക്കാനുള്ള പ്ലാനായി. അപ്പത്തേനും സജന പറഞ്ഞു ഞാൻ വരാടി, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. കാരണം സജന പാർട്ട്ണർ ആണല്ലോ. അങ്ങനെ സജന വരുന്നു. ക്യാഷിന്റെ ആവശ്യം വരുമ്പോഴത്തേനും ഇയാളെ ഞാൻ വിളിക്കും, പൂക്കുട്ടീനെ. സുൽക്ക പൈസയുടെ ആവശ്യമുണ്ട്, ലൈസൻസിനൊക്കെ ഇത്ര രൂപയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇടയിൽ ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൊച്ച് വയ്യാണ്ടായി. അവൾക്ക് ശാരീരികമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയി. അവൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അവൾക്ക് ഒരു ഭാഗം ഒരു വല്ലാത്ത പോലെയൊക്കെ ആയി. ആ കൊച്ച് വയ്യാണ്ടായപ്പോഴത്തേനും അതിന് ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ तो आगे फेस्टिव सीजन आ रहा है, उसके लिए ना मैंने एक खूबसूरत അതിന് ഇതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ സച്ചിനെ ഉണ്ടല്ലോ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ച് ഇയാൾ ഇൻസ്റ്റാൾമെന്റ് പോലെയാണ് പൈസ തന്നത്. കാരണം ഫുള്ള് നാളെ സജന ഒന്നും പറഞ്ഞു വരാൻ പാടില്ല. ഇൻസ്റ്റാൾമെന്റ് പോലെ സജന പൈസ ഇറക്കുന്നു. സജന ത്രൂ ആണ് എനിക്ക് കാശ് തരുന്നത്. റസൽ പൂക്കുട്ടി സജനക്ക് കൊടുത്തിട്ട് സജനയാണ് എനിക്ക് ദിറംസ് ആയിട്ട് മാറ്റി ദുബായിൽ തന്നത്. 1.5 ലക്ഷം രൂപ എനിക്ക് ഈ 1.5 മാസത്തിൽ എനിക്ക് കുറച്ചായിട്ട് ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾക്ക് അവിടെ പോകാനും ഇവിടെ പോകാൻ, റൂമിന്റെ അഡ്വാൻസ് കൊടുക്കാൻ, ഇതൊക്കെ നമ്മുടെ ബിസിനസ്സിൽ പെട്ട കാര്യമാണ്. റൂം എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ഇത്ര നാളും 8-9-10 വർഷത്തോളം താമസിച്ച പോലെ താമസിക്കാൻ എനിക്കറിയാം. ഞാൻ 3 വർഷം മുമ്പുള്ള കാര്യമാണ് പറയണത്. എനിക്കപ്പോൾ അത്രയും പൈസ ആവൂല. ഇതിപ്പോ മെറ്റീരിയൽ ഉണ്ട്, നമുക്ക് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം, ഷോപ്പ് എടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ഇങ്ങനെ മുമ്പിൽ കിടക്കുകയാണ്. അപ്പൊ ലൈസൻസ് മാത്രം ആവണുള്ളൂ. അപ്പൊ ലൈസൻസിന്റെ സമയത്ത് സജന വന്നിട്ട് വിസിറ്റിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് പിന്നെ അവിടെ ID പ്രൂഫും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് അവരെന്തെടുത്ത് പെട്ടെന്ന് ലൈസൻസ് ആക്കാൻ വേണ്ടിയിട്ട് ലൈസൻസിൽ എന്റെ പേരാണ് ഉള്ളത്. അവിടെ തുടങ്ങി സജനക്ക് കല്ലുകടിയാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സജനയെ മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ ഗൾഫിലേക്ക് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഗൾഫിലെ കുടുംബം കലക്കി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാത്തത്. അപ്പൊ സജനന്റെ കൂടെ തന്നെ ഉണ്ട് താനും. ആ സമയത്ത് സജൻ എന്തൊക്കെ കാണിച്ചു കൂട്ടി, ലക്ഷ്മിയുടെ എല്ലാ ബന്ധങ്ങളെയും വിളിച്ച് ലക്ഷ്മിയുടെ എക്സിനെയും ലക്ഷ്മിയുടെ കറണ്ടിലുണ്ടായ 3-4 ആൾക്കാരെ ഒക്കെ വിളിച്ചിട്ട് സജന ലക്ഷ്മി അങ്ങനെയാണ്, ലക്ഷ്മി ഇങ്ങനെയാണ്, മറ്റന്നാ മറിച്ച ഫോൺ ത്രൂ എല്ലാരെയും വിളിച്ച് പറഞ്ഞു കൊടുത്തു സജന. അങ്ങനത്തെ അതായത് സജന അതിലൊക്കെയാണ് ബിസിയാണ് ഭയങ്കര. സജനക്ക് ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നൊരു ചിന്തയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരാളെയും കൊണ്ട് ഞാൻ എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത്? ആകെ മൊത്തം പ്രശ്നത്തിന്റെ നടുക്ക് ഞാൻ ഹൃദയം വന്ന് പെട്ടും പോയി. ഇതിന് എടുക്കുകയും ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ സജനക്ക് കോൾ വന്നോണ്ടിരിക്കണേ ലക്ഷ്മി ജയനായിട്ട് എങ്ങനെയെങ്കിലും പാച്ചപ്പ് ആവണം. അതായത് ലക്ഷ്മി ജയന്റെ ഈ സർക്കിൾ എന്ന് പറഞ്ഞതിൽ ആ പേരുകളെല്ലാം ഞാൻ പിന്നെയും വീണ്ടും പറയുന്നുണ്ട്. ഫിറോസിന്റെ വീഡിയോയിൽ അയാൾ കറക്റ്റ് ആയിട്ട് ഇവരുടെ പേരുകൾ പറയുന്നുണ്ട്. ഈ സർക്കിളിലോട്ട് സജനൻ അന്ന് വിളിച്ചുകൊണ്ടിരിക്കണം. അന്നൊരു സാറ്റർഡേ ആണ്. ഈ സാറ്റർഡേ രാവിലെ തുടങ്ങി സജന പറയുന്നത് നമുക്ക് അവിടെ പോവാ, എവിടെ ബെൻസറിന്റെ ഫ്ലാറ്റിൽ നമുക്ക് അവിടെ പോവാം. ഞാൻ പറഞ്ഞു സജന നീ പോവരുത്, നിന്നെ ചിലപ്പോൾ അവർ മാനിപ്പുലേറ്റ് ചെയ്യും, നിന്നെ അവർ ചതിക്കും, നീ പോവരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇല്ലടാ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പുറത്തുപോയി. സജന വരുന്നില്ല. ഞങ്ങൾ പുറത്തു പോയി. സാറ്റർഡേ നൈറ്റ് ഞങ്ങൾ ജസ്റ്റ് നമുക്ക് ഇവിടെ ഡ്രൈവിന് പോവാം. അപ്പോഴും ഞാൻ പറഞ്ഞു സജന വാ നമുക്ക്, ഇല്ല ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന സജന 1:30 മണിയായപ്പോ ബെൻസർ വന്ന് വീട്ടിൽ നിന്ന് കൂട്ടിയിട്ട് പോയി. എന്റെ റൂമിന്റെ അവിടെ നിന്ന് ബെൻസർ സജനനെ കൂട്ടി ഇവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ടാണ് സജന ഈ പറഞ്ഞ കാര്യങ്ങള്, കള്ളുകുടിയും ബഹളവും ഇങ്ങനത്തെ ലഹരിയുടെ എല്ലാ സംഭവവും അവിടെ വെച്ചിട്ടാണ് സജന ചെയ്യണത്. ഞാനപ്പോ വിളിക്കുക സജന 2-2:30 ആയപ്പോഴത്തേനും, സജന ഞാൻ താഴെ വന്നിട്ടുണ്ട്, വാ നമുക്ക് പോവാം. എനിക്ക് വരാൻ പറ്റില്ല, ഞാൻ നാളെ വരാം. ഞാൻ സജന നീ അങ്ങനെ പറയരുത്, കാരണം എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഞാൻ ഇത്രയും നാള് ബെഡ് സ്പേസിൽ താമസിച്ച ഒരാളെ എനിക്ക് പെട്ടെന്ന് ഒരു ഫ്ലാറ്റിലോട്ട് ഒറ്റക്ക് താമസിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ ഞാൻ സജന നീ വാ സജന, ഞാൻ ഒറ്റക്കായി പോകും എന്ന് പറഞ്ഞ ഇത് എന്റെ ലൈഫാണ്, എന്റെ ജീവിതമാണ്, എന്റെ ജീവിതം ഞാൻ നോക്കണം എന്ന് പറഞ്ഞ് ഇവള് ഫോൺ കട്ട് ചെയ്തു. അപ്പൊ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ സജനോട് പറഞ്ഞു
നാളേക്ക് നാളെ എന്റെ വീട്ടിൽ വന്ന് സാധനങ്ങൾ എടുത്തിട്ട് സജന ഇറങ്ങിക്കോ, ഇനി സജന എന്റെ കൂടെ നിൽക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് തന്നെയാണ്. അവിടെയൊക്കെയാണ് സജന എന്നെ തെറ്റി തുടങ്ങിയത്. അപ്പൊ സജനയെ ചതിക്കാൻ ശ്രമിച്ച മോശമായ രീതി അവൾക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ല. പിന്നെ ഞാൻ എന്തിനാ അവളുടെ പുറകെ നടക്കണേ? എനിക്ക് മനസ്സിലായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണത്തിൽ തന്നെ സിഗരറ്റ് വലിച്ചിരുന്നവളാണ് സജന. ആ പ്ലേറ്റിൽ അതിന്റെ പേരിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾക്ക് സഹിക്കാൻ പറ്റാത്ത ചിലത് അത് എനിക്ക് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം, അത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് വേണ്ട, അത്രക്കും ഇതാക്കണ്ട. അപ്പോ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. തിങ്കളാഴ്ച വൈകുന്നേരം ബെൻസറും ഈ ഒന്ന് രണ്ടാൾക്കാരും, ബെൻസർ വേറെ ഒന്ന് രണ്ടാൾക്കാരും കൂടി, ബെൻസറിന്റെ കാമുകി, ഇവരെല്ലാരും കൂടി സജനനുമായിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഞാൻ മാന്യമായിട്ട് വാതിൽ തുറക്കുന്നു, സജന കയറിയിരിക്കുന്നു. വേഗം തന്നെ സജന ബെൻസറിന്റെ ഒരു സിഗരറ്റ് വാങ്ങിക്കുന്നു, വലിക്കുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡ്, അതായത് വഴക്കാണല്ലോ. ഞാൻ എന്റെ മര്യാദയാണ്, എന്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കാന്നുള്ളത്. ഞാൻ എനിക്ക് കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവർ ഇറങ്ങാൻ വേണ്ടി പോകണം. കാരണം അവർക്ക് സജനനെ തിങ്കളാഴ്ച തുടങ്ങി വീട്ടിൽ നിർത്താൻ പറ്റൂല. കാരണം അവർക്ക് ഓഫീസിൽ പോകുന്ന ആൾക്കാര്, ജോലിക്ക് പോകുന്ന ആൾക്കാര്. അപ്പൊ അവർക്ക് സജന ശനി ഞായർ മാത്രം മതി. അതാണ് അവരുടെ അടിച്ചുപൊളി ദിവസം. അപ്പൊ തിങ്കളാഴ്ച സജനനെ എവിടെയും കൊണ്ട് തള്ളണം. അതിന് വീട്ടിൽ വന്നു. അത് മനസ്സിലാക്കിയതാണ് എനിക്ക്. അപ്പൊ ഇവര് എന്നാ ശരി ഞങ്ങൾ ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ സജന ഞാനും വരുന്നു, എന്നെയും കൊണ്ടുപോകണില്ലേ എന്നും പറഞ്ഞിട്ട് ഒരുമാതിരി ഒരു വർത്താനം. ഞാൻ അവരെ കൊണ്ടുപോയിക്കോ, വേഗം കൊണ്ടുപോയിക്കോ സജനനെ, ഇവിടെ എനിക്ക് ആവശ്യമില്ല. എനിക്ക് ഇന്നലെ ഒറ്റക്ക് രാത്രി കിടക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നാളെ ഒറ്റക്ക് കിടക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോ അവരെല്ലാരും കൂടി സോൾവ് ചെയ്ത് പോട്ടെ കൂട്ടുകാരികളല്ലേ, വീട് പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ സജന അന്ന് എന്റെ വീട്ടിൽ നിന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സജനക്ക് പോകാനുള്ള ടൈമായി. പൂക്കുട്ടി ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. ആ രണ്ടാമത്തെ സജന ദുബായിൽ വന്നതിന്റെ ചാപ്റ്ററാണ് ഞാൻ ഈ പറയണത്. ഞാൻ സജനനെ എയർപോർട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. നാട്ടിൽ വന്നതിന് ശേഷം തിരുവനന്തപുരത്തുള്ള സജന സീരിയലൊക്കെ അഭിനയിക്കുന്നത് മമ്മീന്ന് വിളിക്കുന്ന സീരിയലിലും മമ്മിയാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ വീട്ടിലാണ് സജന ചെല്ലുന്നത്. അവരുടെ വീട്ടിൽ സജന ചെല്ലുന്നു. അവിടെ നിന്ന് അപ്പൊ എന്നെ തിരിച്ചു വിളിക്കുന്നില്ല, ഞാൻ സജനനെ വിളിക്കുകയാണ് എത്തിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും വിചാരിക്കുന്നില്ല ഈ ബെൻസറിന്റെ വീട്ടിൽ ചെന്ന് അവരെല്ലാരും കൂടി ഇവളെ ഇങ്ങനെ നീ സീരിയൽ അഭിനയിച്ചൂടെ, നീ എന്തിന് ബിസിനസ്സിൽ നിൽക്കുന്നത്, നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് വിട്ടേക്കാണ്. എന്റെ സജനയുടെ മൈൻഡ് മൊത്തം അതാണ്. എന്റെ സജന സുപ്രഭാതത്തെ വിളിച്ചിട്ട് പറയണ റോഷിനി എനിക്ക് ആ കാശ് തിരിച്ചു തരണം, എന്താണ് എനിക്ക് സീരിയൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ സീരിയലിൽ കയറാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ ആദ്യം എനിക്കിതൊന്നും ചിന്തയില്ല. ഞാൻ പറഞ്ഞു ശരി എനിക്ക് കുറച്ച് സമയം എന്താ സജന, ഞാൻ പൈസ തരാന്ന് പറഞ്ഞു. എനിക്ക് വയ്യാണ്ടാവണതിന്റെ ഇടയിൽ ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് എന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് സജന പൈസ കൊണ്ട് വിളിക്കുന്നത് എനിക്ക് കാശ് കിട്ടില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്റെ ഗോൾഡ് കൊണ്ട് പ്ലെഡ്ജ് ചെയ്തിട്ടാണ് സജനക്ക് 1 ലക്ഷം കൊടുത്തതിന്റെ സ്ലിപ്പ് ഞാൻ ഇവിടെ തരുന്നത്. കാരണം നാളെ സജന പറയും കാശ് അവിടെയാണ് ആ ഒരു ടോക്കില്. അപ്പൊ അവിടെയൊക്കെ നീരസങ്ങളാണ്, അതായത് ഉള്ളിന്റെ ഉള്ളില് ദേഷ്യമാണ്. അങ്ങനെയാണ് ഇവള് ശാലുവിന്റെ വീട്ടിൽ പോണതും ശാലുവിന്റെ അവിടെ നിന്ന് ഇറക്കി വിടണതും കൊച്ചുങ്ങളുമായിട്ട് എന്റെ വീട്ടിൽ വരുന്നതും. സജന എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് റോഷിനി എനിക്ക് ഇവിടെ പ്രശ്നമാണ് എന്ന് പറയുന്ന വീഡിയോ കോൾ ചെയ്തതിന്റെ ഡേറ്റ് അടക്കം ഞാൻ വെക്കാം. ഡിസംബർ 25 സജന എന്നെ വിളിച്ച വീഡിയോ കോള്, അതിന്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട്. ഇത്രയും ഇതൊരു എത്രയോ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ജേണിയാണ് ഇത്രയും ഞാൻ ഈ പറഞ്ഞത്. സജന വരുന്നു പോകുന്നു എന്നുള്ളത്. അതിനുശേഷം പലപ്പോഴും സജന വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാം അതെല്ലാം ബെൻസറിന്റെ ഷോനാണ്, ലക്ഷ്മി ജയന്റെ കൂടെയാണ്. അതിനുശേഷം ഇവര് തമ്മിൽ പാച്ചപ്പായി, ലക്ഷ്മി ജയനും സജനയും തമ്മിൽ പാച്ചപ്പ് ആവുന്നു, അവരൊരുമിച്ചാണ്. അപ്പൊ നമ്മള് ഊളകള്. കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഇവരൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോൾ ഞാൻ രക്ഷപ്പെട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം വളരെ നെഗറ്റിവിറ്റിയും വൃത്തികെട്ട ചിന്തകളും വൃത്തികെട്ട വർത്താനങ്ങളും അതും ഇതും മാത്രമേ ഉള്ളൂ അവർക്ക്. ഇത് ഞാൻ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രൂഫ് അടക്കമാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഇനി പറ, ഒരു ഏജന്റ് കൊണ്ടുപോയി നശിപ്പിച്ച് സുൽപ്പുക്കുട്ടിയും അവിടുത്തെ നല്ലവരായ ആൾക്കാരും കൂടി കയറ്റിവിട്ടു എന്ന് പറയുന്നുണ്ട് സജന. സമാജ് സേവ പറയുന്നുണ്ട് സജന. ഈ നല്ലവരായ ആൾക്കാരുടെ പേര് സജന ഇന്നുവരെ പറഞ്ഞിട്ടില്ല. കയറ്റിവിട്ടത് ഞാനാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു ഏജന്റിന്റെ വീട്ടിൽ പിന്നെയും സജന ഞാനില്ലാത്തപ്പോ, ഞാൻ ആ സമയത്ത് ഞാൻ ദുബായിലാണുള്ളത്, ഈ ഡിസംബറിൽ ഞാനില്ലാത്തപ്പോ എന്റെ വീട്ടിൽ വന്ന് നിന്നു. എന്റെ വീട്ടിലോട്ട് അയച്ചൊരു വോയിസ്, അതും കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ വോയിസിന്റെ സ്ക്രീൻഷോട്ട്, ആ ഡേറ്റ്, അതും ഞാൻ കാണിച്ചു തരാം. മോളെ ഗുഡ് മോർണിംഗ് ഡാ. ഞാനേടി അന്ന് വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. പക്ഷെ റോഷു എടുത്തിട്ടില്ല, ചേച്ചി വിളിച്ചിട്ട് എടുത്തില്ല. എനിക്ക് ഭയങ്കര എനിക്ക് ലൈഫിൽ എനിക്ക് ഒട്ടത് ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് ഹൃദയം പൊക്കുക. എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വന്ന് വിട്ട് അമ്മയാ പാവം.
എന്റെ ഹൃദയം പൊട്ടി. എന്റെ മക്കള് സത്യപിടി, എന്റെ പൊന്നുമോനാണ് അത്തിട്ട്, എന്റെ മോളാണ് അത്തിട്ട്. ഒരിക്കലും ഞാൻ ഇതാക്കി പറയുമല്ലോ, എനിക്കൊരു അല്ലെങ്കിൽ നമ്മളൊരു സിംബരിക്കയില്ല അല്ലെങ്കിൽ അങ്ങനൊന്നുമല്ല. എന്റെ ഹൃദയം തട്ടി ഞാൻ പറയാം. കാരണം അമ്മച്ചി എന്നെ മമ്മി അതേപോലെ എന്നെ നോക്കിയത്. മോളെ എനിക്കതൊക്കെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വരാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. വല്ലാതെ സത്യം. ഇനി നിങ്ങൾ പറ, അതായത് ഒരു പെണ്ണിനെ എങ്ങനെയും കരിവാരി തേക്കാം. അവൾക്ക് കുടുംബത്തിന് ആൾക്കാർക്കോ നാണക്കേടില്ലെങ്കിൽ എനിക്ക് എന്റെ കുടുംബത്തിലെ ആൾക്കാർക്ക് നാണക്കേടുണ്ട്. വെറുതെ ഒരു അലിഗേഷൻ വലിച്ചെടുക്കുക, അതിലോട്ട് വായി തോന്നിയത് വിളിച്ചു പറയും. ഇതൊക്കെ ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവിൽ എന്റെ ദൈവം കൊണ്ടുവന്നിട്ടാണ് ഞാൻ പറയുള്ളൂ. ഞാൻ കൊണ്ടുപോയി നശിപ്പിച്ചു. ഞാൻ കൊണ്ടുപോയി നശിപ്പിക്കേണ്ട കാര്യമൊന്നും വന്നിട്ടില്ല. ഓൾറെഡി കൊണ്ടുപോയത് വേറെ ആൾക്കാരാണ്. നശിഞ്ഞിട്ടാണ് വന്നത്. നശിഞ്ഞോ നശിയാതെയോ അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ ഭാഗം ക്ലിയർ ചെയ്യുകയാണ്. ഇത്രയും ഒരു കൊണ്ടുപോയ ഏജന്റിന്റെ വീട്ടിൽ വന്ന് കിടക്കേണ്ട കാര്യമില്ല. അതുമായി ബന്ധപ്പെട്ട 1-2 ഫോട്ടോസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ഇനി നിങ്ങൾ തീരുമാനിക്കുക. എനിക്കുണ്ടായ ഈ മാനനഷ്ടത്തിന് 2 ദിവസം കൊണ്ട് എനിക്കുണ്ടായ മാനനഷ്ടം, എന്റെ കൊച്ചിന് അനുഭവിച്ച വേദനക്ക്, ഇതിന് ഞാൻ എന്താണ് ഈ സജനനോട് പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ നെക്സ്റ്റ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ല, എനിക്കിതൊക്കെ ഫസ്റ്റ് ടൈമാണ്, എനിക്ക് അറിയില്ല. നിങ്ങൾ തന്നെ എനിക്ക് പറഞ്ഞ അത്രേ ഉള്ളൂ. ഞാൻ ഇതോടുകൂടി ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനം. പിന്നെ സജന വന്നിട്ട് അവൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ പോലും പ്രൂഫ് വെച്ചിട്ട് സംസാരിക്കണം. അയ്യോ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഫിറോസ് ഖാനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞത് ഇത്രയും ഞാൻ തെളിയിച്ചല്ലോ. ഒരു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സജനയുടെ കേസിൽ എന്നെ ഇയാള് വിളിച്ചു ഒരു ദിവസം ദുബായിൽ വെച്ചിട്ട്. ഈ ഫിറോസ് ഖാൻ എന്നെ വിളിച്ചിട്ട് സജനയുടെ ഇങ്ങനത്തെ ഒക്കെ ബന്ധങ്ങളുണ്ട്, റോഷൻ നീ അവിടുത്തെ ഫ്രണ്ട് അല്ലേ, നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങേരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് അറിയാത്തത് ഞാൻ പറയില്ല, എനിക്ക് അറിയാത്തത് പറയാനായിട്ട് താല്പര്യമില്ല, ഞാൻ കാണാത്തതും പറയില്ല എന്ന് പറഞ്ഞു. അവൾക്ക് മാനസിക സമൂഹത്തിനോട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ പോണെന്ന് എന്നൊക്കെ പറഞ്ഞ അയാളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ലൈവായിരുന്നു. ആ സാധനം ഒരു 2 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞപ്പോൾ കട്ടായി. അത് ഓൺലൈൻകാരുടെ കയ്യിലൊന്നും കിട്ടിയില്ല, ആരുടെയും കയ്യിലത് കിട്ടിയില്ല. അത് കണ്ടവർ മാത്രം 1-2 പേരുണ്ട്. അവരെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ മെൻഷൻ ചെയ്യാം. അവരുടെ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസ് തരാം. ഈ പ്രജൻസി സംഭവം ഇല്ല, അതൊക്കെ നിലവിളിച്ച് ഞാൻ 3 മാസം കൊണ്ട് എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിച്ച് അത് വെച്ചിട്ട് എന്നെ ബാർഗെയിൻ ചെയ്ത് എനിക്ക് 3 കോടി രൂപ ഞാൻ സ്റ്റാൻഡേർഡ് പറഞ്ഞു. അതെ, എന്റെ ഭാര്യയും മക്കളെ എല്ലാം അണ്ടർസ്റ്റുഡായി, അതൊക്കെ മനസ്സിലായി. പിന്നെ ഈ പുള്ളി എന്നും നിർബന്ധമായിട്ട് മീറ്റിംഗ്, അതായത് ഞാൻ ഇവിടെ ഇത്രയും വിഷയം ഉണ്ടാക്കി എന്റെ കുടുംബം പ്രശ്നമാക്കി. ഇതിനോട് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇവളിട്ട ഒരു മെസ്സേജ്, പിന്നെ ഇവളിപ്പോ പ്രൂവ് ചെയ്യാൻ കാണിച്ച പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ മൾട്ടിപ്പിൾ ആൾക്കാരായിട്ട് ബന്ധം ഉണ്ടാക്കി തീർക്കും എന്ന് വെയിറ്റ് ചെയ്യും. ഇതിൽ സമയമുണ്ടോ? ഒരു ദിവസം എടുത്തിട്ട് പോകല് ഒന്ന് സെറ്റിൽ ചെയ്ത സമയം ഉണ്ടായാലും കണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു കാരണം ഞാൻ കളഞ്ഞിട്ട് പോകുന്നില്ല, ആൻസൈറ്റി ഉണ്ട്, ഞാൻ പോകത്തില്ല പറഞ്ഞു. ഇപ്പൊ ഇതൊരു സിറ്റുവേഷൻ എത്തിയിരിക്കുകയാണ്, ഇത് നമുക്ക് ഒന്നിനും പോകാൻ പറ്റത്തില്ല, നിർത്താം. ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനത്തെ ഒരു ത്രെട്ടില് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതെ, ഞാൻ അതാണ് ചെയ്യുന്നത്. അതാണ് കേന്ദ്രങ്ങളുടെ ശ്രമത്തിലാണ് ഞാനിപ്പോ. പിന്നെ പക്ഷെ അതിനെ ഇവള് ഡിമാൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണ്. അതിനെ ഡിമാൻഡ് ചെയ്യുന്നത് പണമാണ്. സെറ്റിൽ ചെയ്യാൻ അതെ മാത്രമേ നടക്കുള്ളൂ. 3 കോടി എന്റെ ഇരിക്കുന്നു. ഞാൻ ആൾറെഡി അവൾക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 40 lakhs 39% പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഫാർ ഫ്രം 23 September onwards ഓൾമോസ്റ്റ് 40 lakhs. അത് കൂടാതെ ഡയമണ്ട് റിങ്, മോതിരം, വാച്ച് അതിന്റെ കഴുത്തിൽ കിടക്കുന്ന 10 ഗ്രാമിന്റെ ലോക്കറ്റ്, അതിന് മുമ്പുള്ള ലോക്കറ്റ്, മാല, അങ്ങനെയല്ലേ ഇവർക്ക് ജീവിതത്തിൽ ഒരു മനുഷ്യന് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കില്ല. അത് കഴിഞ്ഞ 10-20 ലക്ഷം രൂപ. ഇവിടെ എന്നോട് ഭയങ്കര കളി കളിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവർ കാരിയാണ്, അതുകൊണ്ട് പിന്നെ ഇവിടെ പ്രൊട്ടക്ഷൻ എന്ത് സംഭവിച്ചാലും ഉപയോഗിക്കത്തില്ല. എന്നോട് കള്ളം പറഞ്ഞിട്ട് ഇവളിപ്പം ഇപ്പോൾ വളരെ നിർബന്ധിച്ച് എന്നെ കൊണ്ട് കാര്യങ്ങൾ കൊണ്ടുവരുത്തില്ല. അപ്പൊ എനിക്ക് അതൊരു പേടിയുണ്ട്. ഞാൻ അടുത്ത മാസം നെക്സ്റ്റ് മന്ത് എല്ലാം പ്രശ്നമാകുമോ എന്നൊരു പേടിയുണ്ട്. എന്റെ വൈഫിന് തീരെ സുഖമില്ലാതായി. ഇതെല്ലാം ചെയ്തിട്ട് കൊളാപ്സായി ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാനിങ് ചെയ്തപ്പം എവിടെയാ? ഞാനിപ്പോൾ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിരുന്നു.
ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:45 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് പൊക്കിയെടുത്തൊരു കസേരയിലിരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങള് സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഈ സാർ, ഇല്ല സാർ, നോ സാർ. ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. ഐ എം റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നൊന്നും നമുക്ക് എസ്പെഷ്യലി അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യാന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളിടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തില് ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തില് എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറയടി എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന കാണിച്ചു തരാം. തന്നെ എന്താ എന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന എന്താന്ന് കണ്ടോ നീ? എന്താ നീ എന്തിനാ മറ്റേ നമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണേ? എനിക്കറിയത്തില്ല, അത് ഫോൺ ഓഫാ. അയാള് നമ്മള് വിചാരിച്ചില്ല അപ്പുറം അന്നമ്മ. അയ്യോ, തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും വെച്ചിട്ടില്ല അന്നമ്മ. ഞാൻ എല്ലാ തെളിവെടുത്ത് വെച്ചിട്ടുണ്ട്. തള്ളയുടെ പ്രായമുള്ള ആൾക്കാരെ പോലും. ഞാൻ എത്രയെന്ന് പറഞ്ഞാൽ എത്ര പെണ്ണുങ്ങളെ ഞാൻ വിളിച്ച് പറയുന്നത്. ഇയാളെ മൊബൈൽ ഞാൻ ഇന്ന് വരെ എടുത്ത് നോക്കിയിട്ടില്ല. പക്ഷെ ഇന്ന് എടുത്ത് നോക്കിയപ്പോ എന്റെ ചങ്ക് പൊട്ടു അന്നമ്മ. എന്നാടി എനിക്ക് ഇങ്ങനെ അനുഭവം. ഞാനൊരു കാര്യം പറയട്ടെ, അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഇത് നിർത്തുക. ഇല്ലല്ല, എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ ഫാമിലിയെ വേണ്ടെങ്കിൽ അയാൾ ഇന്ന് 3 CR ഇന്ന് ഇവിടെ കൊണ്ടുവരണം. എനിക്ക് പൈസ മതി മോനെ. എനിക്ക് ഇനി എന്തായാലും ഇങ്ങനെ വേണ്ട. എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം. അല്ലമ്മ, എന്റെ പൊന്നോ, ദൈവമായിട്ടാ മോനെ അതൊക്കെ വേണ്ടെന്ന് വെച്ചത്. പുള്ളി പോയോ? അയ്യോ ഇല്ലല്ല, അപ്പുറത്തെ റൂമിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ ഒന്നല്ലെങ്കിൽ എങ്ങനെ ഷാദിയാന്നുള്ളത് അയാളെ ഫാമിലിയും അയാളെ അഭിമാനമാണ് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അയാളുടെ ഭാര്യയ്ക്ക് ഇല്ലാത്ത ഒരു വിഷമം നിനക്ക് എന്തിനാന്ന് ചോദിക്കും സമൂഹം. അല്ലല്ല, എന്റെ അഭിമാന പ്രശ്നമല്ലേ അന്നമ്മ. എന്നെ ഇത്രയും ദ്രോഹിച്ച് എന്നെ ഇത്രയും അല്ലല്ല, എനിക്ക് എന്ത് നഷ്ടം വന്നാലും കുഴപ്പമില്ല അന്നമ്മ. എനിക്ക് ഇതിനകത്തൊന്നും ഒരു നഷ്ടം വന്നാലും കുഴപ്പമില്ല. ഒന്നല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അയാൾ അറിയണം. ഇയാളെ വൃത്തികേട് ഏതായാലും ഫിറോസ് വരെ പറഞ്ഞതാ ഇവന്റെ കുറെ എല്ലാം പൊക്കിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഞാൻ അകത്ത് പോയി കടന്നാലും പോകത്തില്ല. ഇത് അവസാനിക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഒന്നല്ലെങ്കിൽ എന്റെ തല പോകും. എന്റെ കൊച്ചുങ്ങളെ സേവ് ആക്കിയിട്ട് ഞാൻ എന്തായാലും പോത്തോളൂ. 3 CR എനിക്ക് അയാൾ തന്നില്ല. എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ എന്നെ ഇതുവല്ല അനുഭവിക്കുന്നത്. അതൊന്നും എനിക്ക് ഒരു വിഷയമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നമ്മ. എനിക്കിപ്പോ അതൊരു വിഷയമല്ല. എനിക്ക് എന്റെ കയ്യിൽ നിൽക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി എന്റെ ഓപ്പോസിറ്റ് ഒന്നും സംസാരിക്കാനില്ല. ഇതിനകത്തുനിന്ന് നെക്സ്റ്റ് ഒരു അങ്ങേരമായിട്ട് ജീവിക്കൽ എന്തായാലും ഉണ്ടാവത്തില്ല. കാരണം അതുപോലെയാണ് ഞാൻ അയാളെ കേട്ട്. ഇനി എന്തായാലും അയാളുമായിട്ട് ഒരു ജീവിതം എനിക്കുണ്ട്. എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അപ്പോഴാണ് റസൂൽ ഖാൻ്റെ ഒരു മൂവിയിൽ ഒരു ക്യാരക്ടർ എന്നെ വിളിക്കുന്നു. അപ്പം നമ്മൾ അവിടെ പോകുന്നു. പോയി എന്നെ കൊണ്ടുവന്ന് അതിനകത്തൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ഞാൻ അഭിനയിക്കുന്നു. ഒറ്റ മൂവി അതന്നെ, ഒറ്റ മൂവി തന്നെ. ഇല്ല ആ സമയത്ത് ഫിറോസ് ഖാൻ ഇല്ല. ഈ ചാപ്റ്ററിൽ ഒന്നും ഫിറോസ് ഖാൻ ഇല്ല. നമ്മളത് കഴിഞ്ഞു. ആ ചാപ്റ്റർ അങ്ങനെയാണ് നമ്മൾ സംസാരിച്ചു. ഈ സമയത്ത് കുറച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സാറ് ഭയങ്കര ചേട്ടൻ എന്നെ വിളിച്ച് നല്ല പ്രൊട്ടക്ഷനും നല്ലൊരു കെയറിങ്. അതായത് നമ്മൾ പോയ ഒരു വൃത്തികെട്ട കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. പൈസ ചിലവാക്കി ഒരു കുഴിയിൽ നിന്ന് തന്നെ വേണം പറയാം. അത്രയും വലിയൊരു കുഴിയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നു. പിന്നെ എൻ്റെ മെൻ്റൽ സപ്പോർട്ടിങ് ആയിട്ടൊക്കെ ഇവർ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല തിക് ഫ്രണ്ട്സായി ഞങ്ങൾ. കുറേ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ എന്ത് വന്നാലും ഞാൻ അങ്ങോട്ട് പറയും, എങ്ങനെയാണ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്ക്. അതായത് ചേട്ടാ, ഞാൻ അതിനുശേഷം ഒരു വർഷം വർക്കില്ലാതെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചിലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു
ഒരു പടുക്കുഴിയിൽ വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു തിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളിയെ എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും